ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 11-ാം അധ്യായമായിട്ടുള്ള വിശ്വരൂപ ദർശന യോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലെ 19-ാമത്തെ ശ്ലോകം, അനാദിമധ്യാന്തമനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തഹുദാശവക്ത്രം സ്വതേജസ വിശ്വമിതം തപന്തം. അപ്പോൾ ആദിയും അന്തവും മധ്യവും അതുപോലെ തന്നെ അനന്തവീര്യം, ഇതിനൊന്നൊരു അവസാനമില്ലാത്ത വീര്യത്തോടു കൂടിയിട്ടുള്ള അനന്തബാഹു, അനേക കൈകൾ, ശശി സൂര്യനേത്രം, സൂര്യനും ചന്ദ്രനും നേത്രങ്ങളാകുന്ന ദീപ്തഹുദാശവക്ത്രം, അങ്ങേയറ്റം ജ്വലിച്ച അഗ്നിയുടെ മുഖത്തോടു കൂടിയിട്ടുള്ള. അപ്പോൾ അർജുനൻ ഇതുപോലെ ഇതിനു മുമ്പ് വലിയ അഗ്നിക്ക് കാവൽ നിന്ന ആളാണ്. അഗ്നിക്ക് കാവൽ നിന്ന് അഗ്നിദേവൻ കൊടുത്ത രഥമാണ് അർജുനൻ്റെ കയ്യിലുള്ളത്. അതുമായിട്ടാണ് ആ തേർത്തട്ടിൽ ഇരുന്നിട്ടാണ് മൂപ്പര് സംസാരിക്കുന്നത്. അപ്പോൾ ഗാണ്ഡവദാഹനത്തിന് ഈ അഗ്നിദേവൻ പാരിതോഷികമായി ആദ്യമേ കൊടുത്തതാണ്. കാരണം ഈ ദാഹനം എന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ടുള്ളൊരു കഥയാണത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രാജാവുണ്ടായിരുന്നു, ശ്വേതകി എന്ന് പേരായിട്ട് ഒരു രാജാവ്. ഇദ്ദേഹം ഈ 100 വർഷം ഒരു യാഗത്തിലേർപ്പെട്ടു. 100 വർഷം. അപ്പോൾ ഈ 100 വർഷം ഈ യാഗം ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഈ യാഗത്തിൻ്റെ ഈ പുക കൊണ്ട്, ഇതിൽ ഈ ഹവിസുകൾ ഇങ്ങനെ ഓരോന്ന് അർപ്പിക്കുന്നത്, ഇതിങ്ങനെ പുക കൊണ്ടുകൊണ്ട് അസഹ്യമായ ഇതുകൊണ്ട് ഈ പുരോഹിതന്മാർ, ഈ ഋത്വിക്കുകളൊക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇവരെല്ലാം ഓടിപ്പോയി, ഇവർക്ക് വയ്യാതായി. അങ്ങനെ യാഗം മുടങ്ങിയ അവസ്ഥയായി. അങ്ങനെ യാഗം മുടങ്ങിയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഇതിന് ഋത്വിക്കിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ശ്വേതയ്ക്ക് പരമശിവനെ തപസ് ചെയ്തു. അങ്ങനെ പരമശിവൻ ഒരു ഋത്വിക്കിനെ മൂപ്പർക്ക് ഏർപ്പാടാക്കി കൊടുത്തു, ദുർവാസാവിന്. അങ്ങനെ ദുർവാസാവിൻ്റെ നേതൃത്വത്തിൽ ഗംഭീരമായിട്ട് യാഗം പൂർത്തീകരിച്ചു. യാഗം പൂർത്തീകരിക്കപ്പെട്ടു. അങ്ങനെ യാഗം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഏറ്റവും ഭയങ്കര രസമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അഗ്നിക്ക് ദഹനക്കേടുണ്ടായി എന്നാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ, അഗ്നി ഈ പല സാധനങ്ങളും ശാപ്പിട്ട് ഇതെല്ലാം ആകെ കൂടെ അഗ്നിക്ക് അസ്വസ്ഥത ഉണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കൂ, മഹാഭാരതത്തിൽ അഗ്നിക്ക് ദഹനക്കേടുണ്ടായതായിട്ട് പറയുന്നത് ഒരു ഭയങ്കര സംഭവം. ക്ലാസിക്കാണ് ഈ മഹാഭാരതം എന്ന് പറഞ്ഞാൽ. നമ്മളെയൊക്കെ ചിന്തയെ ഡൈനാമിറ്റ് വെച്ച് പൊട്ടിക്കും. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തതാണ്. അതാണ് നമോസ്തുതേ വ്യാസ വിശാല ബുദ്ധേ എന്ന് പറയുന്നത്. സന്ദർഭവശാല ഓർമ്മ വന്നുകൊണ്ട് പറയുക. അങ്ങനെ ഈ അഗ്നിക്ക് ദഹനക്കേട് വന്നപ്പോൾ മൂപ്പർക്ക് ഈ ജലൂസിൽ കഴിച്ചാൽ മാറില്ലല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും ജീരകാരിഷ്ടോ എന്തെങ്കിലുമൊക്കെ വിധിച്ചു കഴിഞ്ഞാൽ ശരിയാവും. അപ്പോൾ എന്തായാലും ഇതിന് പറ്റിയ ഒരു മരുന്ന് തന്നെ കൽപ്പിക്കുന്നുണ്ട് വൈദ്യൻ. ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി. അഗ്നി രക്ഷയില്ലാതെ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി. അഗ്നി ബ്രഹ്മദേവനോട് പറഞ്ഞു, എന്താണെന്നറിയില്ല, എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, ഒന്നിനും ഒരു രുചിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ദഹനക്കേടിൻ്റെ, വയറിൻ്റെ അസ്വസ്ഥതയുടെ എല്ലാ നല്ലൊരു ലക്ഷണങ്ങൾ മൂപ്പര് നന്നായിട്ട് ബ്രഹ്മാവ് ഡയഗ്നോസ് ചെയ്ത് ആ സമയത്ത് പേഷ്യൻ്റ് എന്നുള്ള നിലയിൽ അഗ്നിയുടെ വയറിൻ്റെ അസ്വസ്ഥതകളൊക്കെ പറഞ്ഞു കൊടുത്തു.
കഴിക്കുന്ന ഭക്ഷണത്തിനൊന്നും ഒരു രുചി കിട്ടുന്നില്ല. പിന്നെ എല്ലാം കൂടെ ഒരുമാതിരി ഇങ്ങനെ അസ്വസ്ഥത അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഇതൊരു അവസരമായിട്ട് ബ്രഹ്മാവ് പറഞ്ഞു, അതായത് ഇതിനൊരു വിധിയുണ്ട്. ഈ ഗാണ്ഡവം എന്ന് പറയുന്ന കാട്ടിൽ ഈ ദേവന്മാർക്ക് അഹിതമൊക്കെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, ജീവജാലങ്ങളും അവരിവരുമൊക്കെ. ഇവരുടെ മേധസ് ഇതിനൊരു പ്രതിവിധിയാണ്. അതുകൊണ്ട് ഇവരുടെ മേധസ് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാട് ശാപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ദഹനക്കേടിൻ്റെ പ്രശ്നം തീരുമെന്ന് പറയാം. മറ്റേ ജലൂസിലാദി വടകം ജഗതിച്ചേട്ടൻ പറയുന്നത് പോലെ ഇവന്മാർ എല്ലാം കൂടെ. അപ്പോൾ അതിൽ ഗാണ്ഡവ കാട്ടിലാണെങ്കിലോ തക്ഷകൻ വിത്ത് ഫാമിലി, പിന്നെ കുറേ മുനിമാരും കുറേ ആൾക്കാരുണ്ട്, കുറേ പേരുണ്ട്. അതിന് രക്ഷപ്പെട്ടത് വളരെ കുറച്ച് ആൾക്കാരാണ്. 4-5 കിളികൾ രക്ഷപ്പെട്ട വളരെ രസമായിട്ടുള്ളൊരു കഥയൊക്കെ അതിൽ വരുന്നുണ്ട്, ഉപകഥകളായിട്ട് വരുന്നുണ്ട്. തക്ഷകൻ രക്ഷപ്പെടുന്നതും ചിലരൊക്കെ അങ്ങനെ. അർജുനൻ കൊടുമ്പിരി കൊണ്ട് യുദ്ധം നടത്തുന്നുണ്ട്. ഏതായാലും ഈ ബ്രഹ്മാവ് പറഞ്ഞു, ഈ ഗാണ്ഡവൻ ശാപ്പിട്ടാൽ സംഗതി നടക്കുന്നു. അന്ന് അങ്ങനെ ആവട്ടെ എന്ന് കരുതിയിട്ട് അഗ്നി ഗാണ്ഡവത്തിലേക്ക് പോയി, ഗാണ്ഡവവനത്തിലേക്ക് പോയി. അങ്ങനെ ശാപ്പിടാൻ തുടങ്ങിയപ്പോൾ ഈ അഗ്നി അവിടേക്ക് പ്രവേശിക്കുന്ന വിവരം ഇന്ദ്രനെ അറിഞ്ഞു. ഇന്ദ്രനും നമ്മുടെ തക്ഷകനും തമ്മിൽ വളരെ അവർ വലിയ അടുപ്പക്കാരാണ്, ഒക്കെ ചങ്ങായിമാരാണ്. അപ്പോൾ ഈ അടുപ്പക്കാരായതുകൊണ്ട് ഇന്ദ്രനോട് ആരൊക്കെ അടുപ്പുണ്ടോ അവരെയൊക്കെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം മൂപ്പരുടെയാണ്. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇന്ദ്രൻ കൂടെ നിന്നവരെ ചതിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ അവിടെ എത്തിയിട്ട് മൂപ്പരുടെ ഏറ്റവും വലിയ ഒരു ടെക്നോളജി എന്താണെന്ന് പറഞ്ഞാൽ മഴ പെയ്യിപ്പിക്കൽ. മഴയുടെ സ്വിച്ച് മൂപ്പരയിലാണുള്ളത്. അതെങ്ങനെ വേണമെങ്കിൽ ഏത് പെർസെൻറ്റേജിൽ വേണമെങ്കിലും ഡിഗ്രിയിൽ മൂപ്പർക്ക് പെയ്യിക്കാൻ അറിയാം. പെയ്ച്ചു, കഠിനമായ തോതിൽ മഴ പെയ്ച്ചു. അഗ്നി പൂർണ്ണമായി പരാജയപ്പെട്ടു ആ ദൗത്യത്തിൽ. അങ്ങനെ വീണ്ടും ഇതൊക്കെ ഒന്ന് അടങ്ങിക്കഴിഞ്ഞപ്പോൾ മൂപ്പര് ഒന്നുകൂടെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങി. ഈ ദഹനക്കേട് മാറണ്ടേ അഗ്നിക്ക്? വൈദ്യം കൽപ്പിച്ചത് ഇതാണ്. അപ്പോൾ വീണ്ടും മൂപ്പര് ഗാണ്ഡവത്തിലേക്ക് പോയിട്ട് തുടങ്ങി പരിപാടി. വീണ്ടും ഇന്ദ്രൻ പറഞ്ഞതുപോലെ ഇങ്ങനെ അഗ്നി 7 ആവർത്തി ഇത് പരീക്ഷിച്ചു. 7 ആവർത്തിയും ഇന്ദ്രൻ ശക്തമായ മഴ പെയ്യിപ്പിച്ചുകൊണ്ട് ഗാണ്ഡവത്തെ സംരക്ഷിച്ചു. അത് തക്ഷകനോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റാണ്. അപ്പോൾ വീണ്ടും അഗ്നി ഇതേപോലെ ബ്രഹ്മദേവനെ സമീപിച്ചിട്ട് പറഞ്ഞു, രക്ഷയൊന്നുമില്ല, ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഞാനിത് പണി തുടങ്ങുമ്പോഴേക്കും അവിടെ വേറെ ആൾക്കാർ ഇങ്ങനെ പണിയുന്നുണ്ട്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം എന്ന് പറയാം. എൻ്റെ ദഹനക്കേട് മാറാൻ അങ്ങ് തന്നെ വിചാരിച്ചാലേ നടക്കുള്ളൂ. അപ്പം ബ്രഹ്മാവ് പറയുന്നതാണ്, ഈ പാണ്ഡവന്മാർ അവർ വരും, അവരുടെ വനവാസകാലത്ത് അവർ ഈ ഗാണ്ഡവ ഭാഗത്തൊക്കെ പ്രവേശിക്കും. അപ്പോൾ അതിൽ അർജുനൻ്റെയും കൃഷ്ണൻ്റെയും ഒക്കെ സഹായം കൊണ്ട് നിനക്കിത് പൂർത്തീകരിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഗാണ്ഡവ വനത്തിലേക്ക് പ്രവേശിച്ച അർജുനനെ അഗ്നി ചെന്ന് കാണുന്നത്. ഒരു ചെറിയ വേഷം മാറി ഒരു ബ്രാഹ്മണകുമാരനായി ചെന്ന് അർജുനനോട് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം പറയുക. ഞാനിങ്ങനെ ബ്രഹ്മാവിൻ്റെ ആജ്ഞപ്രകാരമാണ് അങ്ങയെ കാണാൻ വന്നത്, ഇങ്ങനെയൊക്കെയാണ്, ഇതിങ്ങനെ മുടക്കുന്നുണ്ട് ഇന്ദ്രൻ, അതുകൊണ്ട് അങ്ങേക്ക് എന്നെ സഹായിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ ഈ കൃഷ്ണൻ്റെ സാന്നിധ്യത്തിൽ അർജുനൻ ഈ കൊട്ടേഷൻ ഏറ്റെടുത്തു, ശരി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അർജുനൻ പറയുകയാണ്, എൻ്റെ കയ്യിൽ വേണ്ടത്ര യുദ്ധ ഉപകരണങ്ങളൊന്നും ഇല്ല. അപ്പോൾ മൂപ്പര് ഈ പറഞ്ഞ പോലെ ഓഫർ ചെയ്തിട്ടുള്ളതാണ്
ഈ എന്താ രഥം, കുതിരകളെ പൂട്ടിയിട്ടുള്ള ഈ രഥവും, അതുപോലെ ഒഴിയാത്ത എന്താണെന്ന് പറയുക, ഒരിക്കലും തീരാത്ത ആവനാഴിയോട് കൂടിയിട്ടുള്ള ആവനാഴി കൊടുത്തു. ശരങ്ങൾ എത്ര വേണോ അത്രയും. അങ്ങനെയുള്ള സന്നാഹങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ മൂപ്പരും സന്തോഷവാനായിട്ട് ആ ദൗത്യത്തിൽ ഏർപ്പെടുന്നതാണ്. അങ്ങനെയാണ് അഗ്നി വലിയ രീതിയിലുള്ള അഗ്നിയുടെ നമ്മുടെ ആമസോൺ കാടുകളൊക്കെ കത്തുന്നത്, അതിൻ്റെ വിവരം, അതിനെക്കുറിച്ച് നമ്മൾ നേർസാക്ഷ്യം വഹിച്ചവരാണ്, ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനേക്കാൾ ഒരു ഗാണ്ഡവ വനമാണ് ആമസോൺ പോലുള്ള കാട്. അപ്പോൾ അതിന് നമ്മൾ കണ്ടല്ലോ, എത്രയോ മാസങ്ങൾ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഇടങ്ങളുണ്ട് അത്ര. അപ്പം ഇങ്ങനെ കത്തുന്നതിലേക്ക് ഇന്ദ്രന് പല വിധത്തിലുള്ള മേഘങ്ങളുണ്ട്. ആ മേഘങ്ങളെ കൊണ്ടൊക്കെ ശക്തമായ അതിവൃഷ്ടി, അനാവൃഷ്ടി ഇത്യാദികളൊക്കെ നടത്തി നോക്കിയപ്പോൾ അർജുനൻ ശരങ്ങളെ കൊണ്ട് അതിനൊരു കുട വിരിച്ചു. മൂപ്പര് ഒരു റൂഫ് ഉണ്ടാക്കി. ഈ വെൽഡ് ചെയ്ത് മൂപ്പരുടെ ശരങ്ങളെ കൊണ്ട് ഒരു തുള്ളി വെള്ളം താഴെ വീഴാത്ത വിധത്തിൽ ഡോക്ടർ ഫിക്സ് ഒക്കെ അടിച്ചിട്ടുള്ള ഒരു മട്ടിൽ മൂപ്പര് എന്തുണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉഗ്രൻ ഷെൽട്ടർ അങ്ങോട്ട് ഉണ്ടാക്കി. അത് നമ്മൾ സാധാരണ കാർ ഷെഡ് പണിയുന്നത് പോലെയൊന്നുമല്ല, ഉഗ്രൻ സംഭവം തന്നെ മൂപ്പര് അങ്ങോട്ട് പണിത് കൊടുത്തു. അതിലേക്ക് ആർക്കും തന്നെ ഈ പറഞ്ഞ ഒരു തുള്ളി ജലത്തിന് കടന്നു വീഴാൻ പറ്റാത്ത വിധത്തിൽ. എന്നിട്ടോ അതികഠിനവും ക്രൂരവുമാണ് കേട്ടോ ഗാണ്ഡവദാഹനം എന്ന് പറയുന്നത്. മഹാഭാരതത്തിൽ വിവരിക്കുന്നത് ഒരുപാട് പേരെ അർജുനൻ കൊന്നൊടുക്കിയിട്ടുണ്ട്. കൃഷ്ണനും കൂട്ടു നിന്നിട്ടുണ്ട്. 4 ചുറ്റും അടയ്ക്കാൻ പറഞ്ഞു. ഇവന്മാർ ഒറ്റയെടുത്തിനേയും പോറും. കാരണം ഈ അഗ്നിയുടെ ദഹനക്കേട് മാറണമല്ലോ. ആകെ എന്ന് രക്ഷപ്പെട്ട ഈ പറഞ്ഞതുപോലെ 4 ചിറക് മുളയ്ക്കാത്ത കിളികളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉപകഥയായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ രക്ഷിതാക്കൾ, കുട്ടികൾ പറയും, അല്ല അമ്മ പൊയ്ക്കോളൂ, ഞങ്ങൾ അഗ്നിയിൽ അതിനെ എലിമാളത്തിൽ കൊണ്ടുവയ്ക്കാമെന്നൊക്കെ പറയുമ്പോൾ വേണ്ട അഗ്നിയിൽ തീരട്ടെ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞു. എന്നാലും അഗ്നിയോട് അവർ പ്രാർത്ഥന ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ അമ്മക്കിളി പോയിട്ട് അഗ്നിയോട് പ്രാർത്ഥിക്കും, ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ അഗ്നി അങ്ങനെ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് അവരെ സംരക്ഷിക്കുകയാണ്. അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. ബാക്കിയെല്ലാം ഈ പറഞ്ഞതുപോലെ അഗ്നിയുടെ ദഹനക്കേട് അഗ്നി മാറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട ആളാണ്, അഗ്നിക്ക് സഹായം ചെയ്ത ആളാണ്, അഗ്നി സഹായം അഭ്യർത്ഥിച്ച ആളാണ് ആര്? അർജുനൻ. ആ അർജുനാണ് ഇവിടെ അതിലും വലുത്. ഗാണ്ഡവദാഹനത്തിൻ്റെ അതിനേക്കാൾ എത്രയോ അഗ്നി കടം കൊണ്ടിരിക്കുന്നത് ഈ ഭഗവാന്റെ തേജസ്സാണെന്നുള്ളത് അർജുനൻ മനസ്സിലാക്കുന്ന നിമിഷമാണ്. അതുവരെ അർജുനെ സംബന്ധിച്ച് അഗ്നി വേറിട്ടൊന്നായിരുന്നു. അപ്പോൾ ദീപ്തഹുതാശവക്ത്രം, ജ്വലിച്ച അഗ്നിയോട് കൂടിയ മുഖത്തോട് കൂടിയിട്ടുള്ളവൻ, സ്വതേജസ, സ്വന്തം തേജസ് കൊണ്ട്, തപന്തം, ഇതിനെ മുഴുവൻ തപിപ്പിക്കുന്ന, ത്വാം ഇതം വിശ്വം പശ്യാമി, അങ്ങയെ ഈ വിശ്വമായിട്ട് ഞാൻ കാണും. മുമ്പ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഗാണ്ഡവദാഹനത്തിലൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പം ഞാൻ കാണും. ഇതുവരെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. തുടർന്ന് 20ാമത്തെ ശ്ലോകത്തിൽ ദ്യാവാ പൃഥിവ്യോരിതമന്തരം ഹി വ്യാപ്തം ത്വയൈകേന ദിശശ്ച സർവാഃ ദൃഷ്ട്വാദ്ഭുതം രൂപമുഗ്രം തവേദം ലോകത്രയം പ്രവ്യതിദം മഹാത്മൻ. ഹേ മഹാത്മൻ, അല്ലയോ മഹാത്മാവേ, ദ്യാവ്യാ പൃഥിവ്യോഹോ ഇതം അന്തരം, ദ്യൗ ആകാശം, അതുപോലെ തന്നെ ഭൂമി, ഇതിൻ്റെ അന്തരം, ഇതിൻ്റെ ഇടയിലുള്ള മധ്യഭാഗം, ഭൂർ ഭുവ സുവ എന്ന് മറ്റൊരു ഭാഷയിൽ പറയും. ഇതിൻ്റെ അന്തരം ത്വയാ ഏകേന, അങ്ങയാൽ മാത്രമായിട്ട്, വ്യാപ്തം ഹി, അങ്ങയാൽ മാത്രമായിട്ടാണ് ഇത് വ്യാപ്തമായിരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നത്. സർവാദിശ, എല്ലാ ദിശകളും അങ്ങ് വ്യാപ്തം, വ്യാപിച്ചിരിക്കുന്നു. അദ്ഭുതം ഉഗ്രം തവം ഇതം രൂപം, അങ്ങയുടെ അത്ഭുതവും
അതുപോലെ തന്നെ ഭയാവഹവുമായിട്ടുള്ള, തന്നെ ഭയപ്പെടുത്തുന്നു ഈ രൂപം. ആ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള തവ ഇതം രൂപം, അങ്ങയുടെ ഈ രൂപത്തെ ദൃഷ്ടുവ അഹം ദൃഷ്ടുവ, ഞാൻ കണ്ടിട്ട് ലോകത്രയം പ്രവ്യതിതം, ഈ 3 ലോകവും കിടുകിട വിറയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് അങ്ങേ ഇങ്ങനെ കണ്ടിട്ട്. അതായത് അർജുനൻ ഇപ്പോൾ ഒരു ആനന്ദമാണോ ഭയമാണോ എന്തായാലും എന്തിൻ്റെയൊക്കെയോ ഒരു സുനാമിയിൽ പെട്ടിരിക്കുകയാണ് അർജുനൻ. അതാണ് ഇപ്പോൾ തുടർന്ന് പറയണം. അമീഹി ത്വാം സുരസംഘാവിശന്തി കേചിത് ഭീതാ പ്രാഞ്ജ്വലയോ ഗൃണന്തി സ്വസ്തീത്യുക്ത്വാ മഹർഷി സിദ്ധസംഘാഃ സ്തുവന്തി ത്വാം സ്തുതിഭിഃ പുഷ്കലാഭിഃ. അമീഹി ത്വാം സുരസംഘാ വിശന്തി കേചിത് ഭീത പ്രാഞ്ജ്വലയോ ഗൃണന്തി സ്വസ്തീത്യുക്ത്വാ മഹർഷി സിദ്ധസംഘാഃ സ്തുവന്തി ത്വാം സ്തുതിഭിഃ പുഷ്കലാഭിഃ. അമീ സുരസംഘ, ഈ ദേവ സമൂഹങ്ങൾ ആരൊക്കെയുണ്ടോ കീർത്തിക്കുന്നവർ അങ്ങയെക്കുറിച്ച്, ത്വാം വിശന്തിഹി, അവരൊക്കെ ഇവരെല്ലാം തന്നെ അങ്ങയിലേക്ക് പ്രവേശിക്കുന്നു. കേചിത്, ചിലർ, ഭീത, ഭയപ്പെട്ടവരായിട്ട്, പ്രാഞ്ജലയ ഗൃണന്തി, അങ്ങയെ കൈകൂപ്പി പ്രാർത്ഥിക്കുന്നു. മഹർഷി സിദ്ധസംഘാഹ, മഹർഷീശ്വരന്മാരും സിദ്ധന്മാരും ഒക്കെയായിട്ടുള്ള കൂട്ടങ്ങൾ, സ്തുവന്തി, അങ്ങയെ സ്തുതിക്കുന്നു. ഇങ്ങനെ സ്തുതി ഇത് യുക്ത്വ പ്രകാരം പറഞ്ഞിട്ട്, പുഷ്കലാഭിഹി സ്തുതിഭിഹി, അതിമനോഹരമായ പദങ്ങളെ കൊണ്ട് സമ്പുഷ്ടമാക്കിയിട്ടുള്ള സ്തോത്രങ്ങളെ കൊണ്ടും മറ്റും അങ്ങയെ ത്വാം സ്തുവന്തി, സ്തുതിക്കുന്നു. എന്താണ് ഇപ്പോൾ അർജുനൻ ഇവിടെ കണ്ടത്? ഒരുപാട് പേര് അങ്ങയിലേക്ക് പ്രവേശിക്കും. ചിലർ ഭയപ്പാടോട് കൂടിയിട്ട്, തൊഴുകൈകളോട് കൂടിയിട്ട് അങ്ങയെ സ്തുതിക്കുന്നു. മഹർഷീശ്വരന്മാരും മറ്റുള്ളവരും പ്രത്യേകം ചിട്ടപ്പെടുത്തിയെടുത്തിട്ടുള്ള സ്തോത്രാദികളെ കൊണ്ട് പുകഴ്ത്തുന്നു. കുറേ കാഴ്ചകൾ അർജുനൻ കാണുക. നമുക്ക് നോക്കാം മുന്നിലേക്ക്. രുദ്രാദിത്യ വസവോയേച്ച സാധ്യ വിശ്വേശ്വിനൗ മരുതസ്തോഷ്മപാശ്ച ഗന്ധർവയക്ഷാസുരസിദ്ധസംഘാഃ വീക്ഷന്തേ ത്വാം വിസ്മിതാശ്ചൈവ സർവേ. രുദ്രാദിത്യ, നേരത്തെ പറഞ്ഞിട്ടുള്ള രുദ്രന്മാർ, ആദിത്യന്മാർ, വസവഹ വസുക്കൾ, സാധ്യാഹ സാധ്യന്മാർ, അശ്വിനൗ വിശ്വദേവന്മാർ, അശ്വിനീ ദേവന്മാർ, മരുതഹ മരുത്തുക്കൾ, ഊഷ്മപാച്ച ഗന്ധർവയക്ഷ അസുര സിദ്ധസംഘാഹ പിതൃക്കൾ, അതുപോലെ ഗന്ധർവന്മാർ, യക്ഷന്മാർ, സിദ്ധന്മാർ, ഇവരുടെയൊക്കെ കൂട്ടങ്ങൾ, സർവേ ഏവ വിസ്മിതാത്വാം വീക്ഷന്തേ, അവരെല്ലാവരും വിസ്മിതരായിട്ട് അങ്ങയെ വീക്ഷിക്കുന്നു, നോക്കുന്നു എന്ന് പറയും. അപ്പം അർജുനൻ ഇങ്ങനെ കാണുന്നു, ഒരിടത്ത് ഒരു ശരീരത്തിൽ ഇത്രയും വൈവിധ്യങ്ങളായിട്ടുള്ള മനുഷ്യ സമൂഹത്തെ, ദേവസമൂഹത്തെ, ഋഷി സംഘത്തെ ഒക്കെ കാണുന്നു. അവരൊക്കെ ഇങ്ങനെ ഭഗവാനെ സ്തുതിക്കുന്നതായിട്ടും മറ്റും, ഭയപ്പാടോടുകൂടി സ്തുതിക്കുന്നതും അങ്ങനെയുള്ളതൊക്കെ. ഇതെല്ലാം നമുക്കും കാണാമല്ലോ. നമുക്ക് ഈ സമൂഹത്തിൽ ആരൊക്കെ ഏതൊക്കെ മതവിശ്വാസങ്ങൾ, അല്ലേ, എന്തൊക്കെ മതവിശ്വാസങ്ങളിൽപ്പെട്ടവർ, അവരൊക്കെ ആത്യന്തികമായിട്ട് എന്താ ചെയ്യുന്നത്? ആ സർവേശ്വരനെ, ഭഗവാനെ സ്തുതിക്കുന്നു. പല വിധത്തിൽ കവികൾ അതിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ചിന്തകന്മാർ, ശാസ്ത്രകാരന്മാർ, ചിത്രകാരന്മാർ, ശില്പികൾ, എല്ലാവരും, കലാകാരന്മാർ ഓരോന്നും ചിട്ടപ്പെടുത്തുന്നു. അവർ കവിതകൾ രചിക്കുന്നു, ഗാനം രചിക്കുന്നു, നാടകങ്ങളാകട്ടെ, സിനിമകളാകട്ടെ, ഏതേത് ക്രാഫ്റ്റുകളാകട്ടെ, ഇതിനെ പ്രകീർത്തിക്കുന്ന, പ്രകൃതിയെ പ്രകീർത്തിക്കുന്ന, ഇതൊക്കെ അതിനെയാണ് പ്രകീർത്തിക്കുന്നത് ആത്യന്തികമായിട്ട്. അപ്പം ഇതെല്ലാം തന്നെ ഇതെല്ലാം വിശ്വരൂപമാണ്. ഈ വിശ്വത്തിൻ്റെ ഒരു രൂപമാണ്. നമ്മുടെ കാഴ്ച ഭാഗികമാകാതെ നമ്മുടെ കാഴ്ചയെ പൂർണ്ണമാക്കുക എന്ന് പറയുമ്പം
ഇതെല്ലാം ഈ വൈവിധ്യങ്ങളെ മുഴുവൻ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇന്നത്തെ ലോകത്ത് നമ്മൾ വെറും നമ്മുടെ മതം അല്ലെങ്കിൽ നമ്മുടെ ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇട്ടാവട്ടത്ത് കിടന്ന് കറങ്ങുകയാണ് ആളുകൾ. അവരെ മതത്തെ ദ്വേഷിക്കുക, പരിഹസിക്കുക. എന്നാൽ ഇവന്മാർക്ക് 10 വയസ്സുടെ ബുദ്ധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. അതെന്തെങ്കിലും അറിയുമെന്ന് വെച്ചാൽ അതുമില്ല. വിവേകാനന്ദ സ്വാമികൾ പറയും, മതങ്ങളൊക്കെ സത്യമാണ്. ഒരു മതവും മറ്റൊരു മതത്തെ നിന്ദിക്കുക, പരിഹസിക്കുക, അവമാനിക്കുക, ഇതൊന്നും ആ മതങ്ങളുടെ ജോലിയേ അല്ല. ആശയങ്ങളിലൊക്കെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായേക്കാം. അതിവിടെ ഓരോന്നിൽ തന്നെ വൈരുദ്ധ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഗീതയിൽ തന്നെ നമുക്ക് എത്ര വൈരുദ്ധ്യങ്ങളെ കാണാൻ സാധിക്കും? എന്നാൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടോ? അതിൽ വൈരുദ്ധ്യങ്ങളായിട്ട് നമുക്ക് തോന്നുന്നതാണ്. നമ്മളിൽ തന്നെ ഉണ്ടല്ലോ വൈരുദ്ധ്യങ്ങൾ, നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ. അത് വൈരുദ്ധ്യങ്ങളാണോ? ആ വൈരുദ്ധ്യങ്ങൾ അനിവാര്യമല്ലേ? അതെ. അപ്പോൾ എന്തായാലും അർജുനൻ ഇതൊരിടത്ത് ഇതെല്ലാം കാണുന്നു, വിശ്വത്തിൻ്റെ പൂർണ്ണമായ ഭാവങ്ങളെ, വൈവിധ്യങ്ങളായിട്ടുള്ള എല്ലാം. നമ്മളും അങ്ങനെയാണ്. ഈ കാണുന്ന എല്ലാം, ആരൊക്കെ എന്തൊക്കെ ആഘോഷങ്ങളുണ്ടോ, ആചാരങ്ങൾ, ഇതെല്ലാം നടക്കട്ടെ. ചിലതൊക്കെ മനുഷ്യന് വല്ലാതെ അലോസരങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ആ അലോസരങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിലും ഇതും കൂടെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഈ അടുത്ത അമ്പലത്തിലൊക്കെ ഈ ഉത്സവം നടക്കുക, മൈക്രോഫോണൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് നാട്ടുകാർക്ക് എല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ചെകിട അടപ്പിക്കുന്ന വിധത്തിലാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്താ ചെയ്യുക? അതിൻ്റെ ഭാഗമാണെന്ന് കരുതി അങ്ങോട്ട് സഹിക്കുക, വേറെ വഴിയൊന്നുമില്ല. തുടർന്ന് അർജുനൻ പറയുന്നു, രൂപം മഹത്തേ ബഹുവക്ത്രനേത്രം മഹാബാഹോ ബഹുബാഹൂരുപാദം ബഹൂദരം ബഹുദംഷ്ട്രാകരാളം ദൃഷ്ട്വാ ലോകാ പ്രവ്യതിദാസ്തദാഹം. ഹേ മഹാബാഹോ, ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ ഇങ്ങോട്ട് വിളിക്കാറുള്ള പേരാ, അത് തിരിച്ച് അങ്ങോട്ട് വിളിക്കുകയാണ്. അയ്യോ, വലിയ കരങ്ങളുള്ള ഭഗവാനെ. ബഹുവക്ത്രനേത്രം, വളരെ മുഖങ്ങളും അതുപോലെ കണ്ണുകളും നേത്രവും. ബഹുബാഹൂരുപാദം, അനേകം കൈകൾ, തുടകൾ, കാലുകൾ. ബഹൂദരം, അസംഖ്യം വയറുകൾ. ബഹുദംഷ്ട്രാകരാളം, അനവധി ദംഷ്ട്രകൾ. തേ മഹത് രൂപം ദൃഷ്ട്വ, അങ്ങയുടെ ഈ മഹത്തായ രൂപം ദൃഷ്ട്വ, കണ്ടിട്ട്. ലോകാ പ്രവ്യതിതാഹ, ലോകങ്ങൾ പ്രവ്യതിത, ഭയപ്പെട്ടിളകുന്നു. അഹം തഥായേവ, ഞാനും അങ്ങനെ തന്നെ. ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാൽ ഭയപ്പാടാണ്. ലോകം ഭയപ്പെടുന്നുണ്ട്. ലോകത്തിന് ഈ പ്രകൃതിയുടെ പല പല കാര്യങ്ങൾ കാണുമ്പം, ഓരോരോ കാര്യങ്ങൾ കാണുമ്പം, മനുഷ്യൻ്റെ ചെയ്തികൾ കാണുമ്പം, അല്ലാത്തതും എല്ലാം ഭയപ്പാടുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിശ്വത്തെ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് എന്താ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? ഇത്തരം കാഴ്ചകൾ കാണുന്ന സമയത്ത്, അത് മീഡിയയിൽ റിപ്പോർട്ടായി വരുന്ന സമയത്ത് നമ്മളിതിനൊക്കെ വിധികർത്താക്കളാകുന്നു. വിധികർത്താക്കളല്ല വേണ്ടത്. അങ്ങനെ വിധികർത്താക്കളായതുകൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയോജനമൊന്നുമില്ല. നമ്മൾ ഏതെങ്കിലും വിധത്തിൽ അതിനോട് പ്രതികരിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അനിഷ്ടങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്നിലൂടെ അത്തരത്തിലൊരു അനിഷ്ടം അവരന് ഉണ്ടാക്കില്ല എന്ന് നമുക്ക് തീരുമാനിക്കാം. ശ്രീനാരായണ ഗുരുദേവൻ പറയുന്ന, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. അപരനെ കൺസിഡർ ചെയ്യുന്നു ഞാനെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അത് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളെ കൂടുതൽ വിധികർത്താക്കളാകുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ നമുക്കൊരു ഉൾക്കാഴ്ച കിട്ടും. ഏത് ഭയാനകമായിട്ടുള്ള കാഴ്ചകൾ! ഈ വിശ്വത്തിൻ്റെ മുഖം എന്ന് പറയുന്നത് അതിസുന്ദരമൊന്നുമല്ല. ഏത് നഗരവും, നിങ്ങൾ ജീവിക്കുന്ന ഏത് സുന്ദരൻ നഗരം ലോകത്തിൽ ഏതെടുത്താൽ, ചിലരൊക്കെ നമ്മളോടൊരാൾ പറഞ്ഞു, ഈ സ്വാമി നിങ്ങളുടെ ഈ കേരളത്തിൽ, ഇത് മലയാളിയാണ്, അമേരിക്കയിലാണ് അവർ ജീവിക്കുന്നത്, ഇവിടുന്ന് പോയതാണ്. ഈ കേരളത്തിൽ വെറും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അവർ കണ്ടു അത്രേ, സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ പന്തൽ കെട്ടി അവർ അവിടെ താമസിക്കുകയാണ്. ഇത്രാമത്തെ ദിവസം നിരാഹാരം എന്നൊക്കെ പറഞ്ഞ് താമസിക്കുന്നു, കുടിൽ കെട്ടി.
അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. ഇതൊക്കെ എന്ത് നാടാണിതെന്ന് നമ്മൾ പറഞ്ഞു. ഓരോരുത്തർക്കും അവരവരുടെ രീതിയിൽ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് ഈ നാട്ടിൽ. അമേരിക്കയിലില്ലേ അത്? നമ്മൾ പറഞ്ഞു വൈറ്റ് ഹൗസിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, വൈറ്റ് ഹൗസിൻ്റെ മുന്നിൽ കുടിൽ കെട്ടിയിട്ട് ഇതേപോലെ ടെൻ്റ് അടിച്ചിട്ട് പിന്നെ അവിടെ കണ്ട അവിടുന്ന് അപ്പം പൊക്കുന്നു. അത് പറഞ്ഞത് എന്ന് പറയുന്നത് ഏതാനും ഒരു 2-3 ആഴ്ചകളുടെ ഇടയിലാണ്. കാരണം നമ്മൾ അവിടെ ഉള്ളപ്പോഴാണ്, അമേരിക്കയിൽ ഉള്ളപ്പോഴാണ് ഈ വർത്തമാനം. നമ്മൾ ഈ മറ്റേ നാഷണൽ പ്രയർ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി, അമേരിക്കയുടെ വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. കഴിഞ്ഞ 3 നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ വർഷവും ഫെബ്രുവരിയിൽ ഫസ്റ്റ് വീക്കിലാണ് അത്. പ്രസിഡൻ്റാണ് അത് അഡ്രസ്സ് ചെയ്യുന്നത്. ഈ ഡെമോക്രാറ്റ് റിപ്പബ്ലിക്കൻ സെനറ്റ് അംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടിയാണ്. റിലീജിയസ് ആയിട്ടുള്ള ഒരു ഫങ്ഷനാണത്. അത് ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിൽ നിന്നുള്ള റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ വരും, ലീഡേഴ്സ് വരും. നമുക്ക് അതിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വാഷിങ്ടൺ DC-യിലാണ്, വൈറ്റ് ഹൗസ് അവിടെയാണല്ലോ. അപ്പോൾ അവിടേക്ക് 2 ദിവസം മുമ്പ് നേരത്തെ എത്തിയിട്ടുണ്ട്. ഒരാഴ്ച അവിടെ ഉണ്ടായിരുന്നു, DC-യിൽ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മളിതവിടെ കണ്ടിട്ടുണ്ട് മുമ്പ്. ആ ബലത്തിലാണ് പറഞ്ഞത്. നല്ല കാലത്തിന് വീണ്ടും പോയ സമയത്തോ അവിടെ ഒരു കുടിലല്ല, ഒരു 4-5 എണ്ണം ഉണ്ട്. അതായത് നേരെ മുന്നിൽ എന്ന് പറഞ്ഞാൽ കയറുന്നിടത്തല്ല പഠിക്കുക, അല്ലെങ്കിൽ നമ്മുടെ അവിടെ അങ്ങനെയല്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നവർക്ക് കാണാം. അപ്പോൾ അവിടെ ഉണ്ട് ഒരാളല്ല, പല ആൾക്കാരുണ്ട്. അതിലൊരാളെ നമ്മൾ കണ്ട്, ഒരാളുമായിട്ട് വീഡിയോ സംസാരിച്ചു, എന്താ കാര്യങ്ങൾ, ഏതാന്നൊക്കെ ചോദിച്ചു. എന്നിട്ടോ നമ്മളിത് അവർക്ക് അയച്ചു കൊടുത്തു. വൈറ്റ് ഹൗസിൻ്റെ മുന്നിലാണ്, ഇദ്ദേഹത്തിന് എന്തോ പറയാനുണ്ട്, നിങ്ങളോടാണ് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട്. അതോടുകൂടി നമ്മളുമായിട്ടുള്ള ബന്ധം അവരുടെ കഴിഞ്ഞു. സത്യം പറയുമ്പോൾ, സത്യം ബോധിപ്പിച്ചു കൊടുക്കുമ്പോൾ ചിലർക്കത് സഹിക്കാൻ പറ്റുന്നതല്ല. സത്യം എപ്പോഴും വല്ലാത്തൊരു വിഷമമുണ്ടാക്കുന്നതാണ്. ഒരാളൊരു കാര്യം പറയുന്നു, അത് ആധികാരികമല്ല, അത് സത്യമല്ല, നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ് എന്ന് മറ്റൊരാൾ ബോധിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് അസഹനീയമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് അവർ തന്നെ പറഞ്ഞ ചരിത്രവിരുദ്ധവും കളവുമായിട്ടുള്ള ഒരു കാര്യവുമായി പൊരുത്തപ്പെട്ട് കഴിയുക എന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യമാണ്. ചിലർ ഉടനെ എന്തു പറയും? സോറി പറയും. സോറി എൻ്റെ ധാരണ എന്നാൽ മറ്റൊന്നായിരുന്നു. ഇങ്ങനെ പലർക്കും പല ധാരണയുണ്ട്. പല രാജ്യങ്ങളെക്കുറിച്ച്, നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ആർക്കൊക്കെ എന്തൊക്കെ ധാരണയുണ്ട്. നമ്മുടെ നിയമാവലികളെക്കുറിച്ച് എല്ലാവരും അറിവുള്ളവരാണോ? പല നിയമങ്ങളെക്കുറിച്ചും അല്ല. അപ്പോൾ പല കാര്യങ്ങളിലും ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മൾ അറിയുമ്പോൾ അതിനെ ആധികാരികമായി അറിയാൻ ശ്രമിക്കും. വസ്തുത ശരിയായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ അത് പറയാം. ഈ പറഞ്ഞതുപോലെ സമരം, പ്രൊട്ടസ്റ്റ് ഇതൊക്കെ നടക്കുന്നില്ലേ? ഉണ്ട്. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ നടന്നതല്ലേ ഒരു കറുത്ത വംശജനായിട്ടുള്ള ഒരാളെ പോലീസ് ബൂട്ട് കാൽമുട്ട് കൊണ്ട് കഴുത്തിൻ്റെ അവിടെ ഇതാക്കിയിട്ട് ലോക്ക് ചെയ്ത് കൊന്ന സംഭവം. അമേരിക്ക മുഴുവൻ അതിനെതിരെ പ്രക്ഷോഭം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ നമ്മുടെ നാട്ടിൽ നാട്ടിൽ നിന്ന് അമേരിക്കയിലൊക്കെ ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരവിടെ തന്നെ ഇട്ടാവട്ടത്ത് നിൽക്കുകയുള്ളൂ. അമേരിക്കയുടെ ശരിയായ സ്ഥിതിയൊന്നും അവർ കാണുന്നില്ല, അവരറിയുന്നില്ല. അതിന് നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം, രാത്രി ഇറങ്ങണം, ഒറ്റയ്ക്ക് പുറത്തിറങ്ങിയാൽ കാണാം. പല ഭയാനകങ്ങളായിട്ടുള്ള കാഴ്ചകൾ കാണാം. വളരെ ആളുകൾ ഈ കൊടും തണുപ്പിലൊക്കെ ഉണ്ടല്ലോ, നായ്ക്കളെയും കെട്ടിപ്പിടിച്ച് അങ്ങനെ ടെൻറ്റ് പോലെ, ഈ ടാർപോളിൻ പോലെയൊക്കെ പുതച്ച് ഈ ബ്രിഡ്ജിൻ്റെയൊക്കെ ചുവട്ടിലൊക്കെ. എവിടെയാണ് പറയുന്നത്? ഈ പറഞ്ഞ വാഷിങ്ടൺ DC-യിലും ന്യൂയോർക്കിലും ഒക്കെയാണ്. എല്ലായിടത്തും, അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റിലും എല്ലാ സിറ്റിയിലും ഉണ്ട്, കാണാം നമുക്ക്. ഹോംലെസ് പീപ്പിൾ. $1 ചോദിച്ച് നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്, ഭിക്ഷ എടുക്കുന്നവർ. ഇല്ലേ? നമ്മുടെ ധാരണ എന്താ? അതൊന്നും ഇല്ല എന്നാ. എവിടെ ഇല്ലാത്തത്? ലോകത്ത് എവിടെയാണ് അതില്ലാത്തത്? നമുക്ക് ഒന്ന് പറഞ്ഞു തരൂ.
നമ്മുടെ അറിവിൽ ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും ഉണ്ട്. വളരെ ഡീസൻ്റ് ആയിട്ടാണ് അവർ കൈ നീട്ടുക, അത്രയേ ഉള്ളൂ. അത് അവിടുത്തെ സാഹചര്യത്തിൽ ചുറ്റുപാടിൽ എത്രയോ പേര് ഹെൽപ്പ് ചെയ്യുന്നവരുണ്ട്. ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നവർ, വെള്ളം കൊടുക്കുന്നവർ, അങ്ങനെയുണ്ട്. അപ്പോൾ ഈ ലോകത്തിൻ്റെ മുഖം എവിടത്തെയാണെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. നമ്മൾ ഏറ്റവും ഗംഭീരാണെന്നൊക്കെ പറയുന്ന, നമ്മുടെ പുറത്തുനിന്ന് ആൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കേമാണെന്നൊക്കെ കരുതുന്ന വീട്ടിൽ തന്നെയാണെങ്കിലും ചിലർ വളരെ വിഷമത്തിലാണ്, നരകതുല്യമായിട്ടാണ് അവരവിടെ കഴിയുന്നത്. നിഷേധിക്കാൻ പറ്റില്ല. ഇതൊരാൾ പ്രസംഗിക്കുകയാണ്, ഒരുത്തൻ. എന്തൊരു നാടാണ് നമ്മുടെ നാട്. ഞാനിതാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരുത്തൻ വിശന്ന് വലഞ്ഞ് അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഏറ്റവും വലിയ രസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഊണ് കഴിഞ്ഞ് തിരിച്ച് പോകുമ്പോൾ അവൻ അവിടെ തന്നെ അതുപോലെ ഇരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഇവൻ ഊണ് കഴിക്കാൻ പോകുമ്പോൾ അവൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്, ഇവൻ ഊണ് കഴിച്ച് തിരിച്ചു പോകുമ്പോഴും അവൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ലെക്ചർ. ഇല്ല എന്ന് പറയണ്ട. ഈ വിശ്വത്തിനെ നിങ്ങൾ മുഴുവനായിട്ട് കാണുന്നുണ്ടോ എന്നുള്ളതാണ്. ചിലർ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ക്ഷേത്ര നടയിൽ കാണുന്നുണ്ടല്ലോ, റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ഇവിടെയൊക്കെ. ഇവർ കാണുമ്പോൾ എന്താ ഇവർക്ക് ഇതൊന്നും കാണാൻ ഇഷ്ടമല്ല. ഇവർ പറയും, എന്താ ആളുകളൊക്കെ ഇങ്ങനെ, ഇവരെയൊക്കെ സർക്കാർ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അത് വേണ്ടേ ഇത് വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഈ നേരം പോക്കൊരു ആ കാണുന്ന ആ ഒരു മിനിറ്റിൽ അതിനെന്തെങ്കിലും ഒന്ന് തൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് കരുതി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇനി ഇത് എവിടെയും ഇല്ലാത്തത്, ഇത് ലോകത്ത് എവിടെയും ഇല്ലാത്തത്. വത്തിക്കാനിലില്ലേ? ഉണ്ടല്ലോ. മക്കയിലില്ലേ? ഉണ്ട്. മദീനയിൽ ഉണ്ട്. ജെറുസലേമിൽ ധാരാളം ഉണ്ട്. ഈ മക്കയിലൊന്നും നമ്മൾ പോയിട്ടില്ല, മദീനയിലും ജെറുസലേമിൽ പോയിട്ടുണ്ട്, അവിടെയും കണ്ടിട്ടുണ്ട്. തീർത്ഥാടന കേന്ദ്രങ്ങളിലെല്ലാം ഉണ്ടാവും. കാരണം ആളുകൾ ദാനം കൊടുക്കുക എന്നുള്ളത് കൊണ്ട് അത് മേടിക്കാൻ അതിൻ്റെ ഒരു ഭാഗം കൂടെ ആയിട്ട്. കൊല, ബലാത്സംഗം, എല്ലാ ക്രമങ്ങളും, അതിൻ്റെ എല്ലാം മുഖങ്ങളാണ് അർജുനൻ കാണുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്, കാണാൻ പോകുന്നത്. ഇത് കാണാനൊരു കെൽപ്പ് വേണം. അറ്റ്ലീസ്റ്റ് ഇത് നിങ്ങൾ നടക്കുന്നിടത്ത് പോയി കൊലപാതകം നടക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കണം എന്നല്ല. ഇതുണ്ട്, നമ്മുടെ ചുറ്റുവട്ടത്ത് ഇതൊക്കെ ഉണ്ട്. അനീതിയും കൊള്ളയും കൊലയും കൊള്ളിവെപ്പും ചതിയും വഞ്ചനയും കൊടും വഞ്ചനയും. എന്നാൾ ഈ നമ്മുടെ മലയാളത്തിലെ എഴുത്തുകാരനായിട്ടുള്ള നമ്മുടെ ടി.ഡി. രാമകൃഷ്ണനോട് പറയുണ്ടായിട്ടുണ്ട്. മൂപ്പരുടെ ഈ എന്താ പറയുക, ഈ ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഒരു ഭയങ്കര ജാതി പുസ്തകമാണ്. അതിലില്ലാത്ത ക്രിമിനൽ ആക്ടിവിറ്റി ഒന്നുമില്ല. പണ്ട് എറണാകുളത്ത് ഈ പൗലോ കൊയ്ലോൻ്റെ പുസ്തകങ്ങളുടെ ഒരു പരിപാടി DC ബുക്ക് സംഘടിപ്പിച്ചത്, അതിൽ പങ്കെടുക്കാൻ പോയ സമയത്താണ് നമ്മൾ ആദ്യമായിട്ട് ടി.ഡി. രാമകൃഷ്ണനെ കാണുന്നത്. മലയാളത്തിലെ ഗംഭീരനായിട്ടുള്ളൊരു എഴുത്തുകാരൻ. അടുത്ത കാലത്താണ് നമ്മൾ കേരളം അദ്ദേഹത്തെ കൂടുതൽ അടുത്തറിഞ്ഞത്. പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, എല്ലാ പുസ്തകങ്ങളും നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ആൽഫ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം. ചെറിയ കൊച്ചു പുസ്തകം, അതൊക്കെ നമ്മൾ വായിക്കേണ്ട പുസ്തകമാണ്. അത്ഭുതപ്പെട്ടു പോകും നമ്മൾ ആ പുസ്തകം വായിച്ചു കഴിഞ്ഞു. ഓരോ പുസ്തകവും വെറൈറ്റിയാണ് അദ്ദേഹത്തിൻ്റെ. പച്ച മഞ്ഞ ചുവപ്പ് അദ്ദേഹത്തിൻ്റെ റെയിൽവേ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടത്. അന്തർബദിരർ മൂകർ ഇന്ത്യൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നുണ്ട്. സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി, തമിഴ് നമ്മുടെ ശ്രീലങ്കൻ പശ്ചാത്തലത്തിൽ
അവരുടെ LTTയുടെ പ്രവർത്തനങ്ങളും അത് എല്ലാം സ്പർശിക്കുന്ന ഈ ഇട്ടിക്കോര ഒരു മഹാഭാരതത്തിൻ്റെ വേറൊരു വേർഷനാണ്. അദ്ദേഹത്തിനോട് നമ്മൾ പറഞ്ഞത് അങ്ങ് ഈ വ്യാസരെ പോലെയാണല്ലോ. അപ്പോൾ നമ്മൾ ഇട്ടിക്കോര അവിടെ വായിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചിലരൊക്കെ അത്ഭുതപ്പെട്ടേ, സ്വാമി ഇട്ടിക്കോര വായിക്കുക. കാരണം ഇട്ടിക്കോര എന്ന് പറഞ്ഞാൽ അതിലങ്ങനത്തെ എന്താ പറയുക അശ്ലീലവും എല്ലാം ഉണ്ട്. പക്ഷെ ക്ലാസിക് സാധനമാണത്. മറ്റേ നമ്മുടെ ഈ മറ്റേ പൈങ്കിളി അശ്ലീലമല്ല, VKN മോഡലിലുള്ളതാണ്. അപ്പോൾ ആ ഒരു അത് അപ്പോൾ ഇദ്ദേഹമായിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ, രാമകൃഷ്ണനായിട്ട് സംസാരിക്കുമ്പോൾ രാമകൃഷ്ണൻ പറഞ്ഞത് ആ കഥ, ആ ഫ്രാൻസിസ് ഇട്ടിക്കോരയിൽ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിലെ കാര്യങ്ങളാണ്, നടക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഓരോരോ കാര്യങ്ങൾ എടുത്തിട്ട് പറഞ്ഞു ഇന്ന കാര്യം. പക്ഷേ അതങ്ങനെയല്ല, ഇൻഡയറക്റ്റായിട്ട് വേറെ വഴിയിലാണ് എഴുതി വച്ചിരിക്കുന്നത്. കുന്നംകുളത്ത് നിന്ന് തുടങ്ങുന്നതാണ് കോരപ്പാപ്പൻ്റെ. ഈ കുന്നംകുളത്തെ നമുക്ക് പിന്നെ എപ്പോൾ കുന്നംകുളം അതിനെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ ആദ്യം ഈ നോവൽ ഇട്ടിക്കോരയെ ഓർമ്മ വരും. ഒരു ഉള്ള സംഭവം പോലെയാണ് മൂപ്പർ എഴുതി വച്ചിരിക്കുന്നത്, വല്ലാത്തൊരു സംഭവം. അപ്പം അത് ഇതാണ് ഒരു വിശ്വരൂപമാണ് നമ്മുടെ നാടിൻ്റെ വേറൊരു, അതാണ് നാട്. നമ്മുടെ ഏത് സ്ഥലവും, നിങ്ങൾ സ്വർഗത്ത് പോയാലും ഇതൊക്കെ ഉണ്ടാവും. വെറും ഒരു ഉണ്ണിക്കണ്ണൻ വെണ്ണക്കണ്ണൻ എന്നതല്ല, കാണാനുള്ള ത്രാണി പ്രാപ്തി വളരെ പ്രധാനമാണ്. ഇനി അതിൻ്റെ അതിഭയാനകമായിട്ടുള്ള കാഴ്ചകൾ അർജുനൻ വിവരിക്കാൻ പോവുക. അർജുനൻ കണ്ട കാഴ്ചകൾ നമുക്ക് നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.